മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഗാസ മുനമ്പിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ കുഷ്ണർ അവിടെ എത്തി ഗാസ, പ്രത്യേകിച്ചും പലസ്തീനുമായി ബന്ധപ്പെട്ട ഹമാസ് നേതാക്കളുമായും അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ഗാസ സമാധാന പദ്ധതി ചർച്ച ചെയ്ത് 14 നിർദ്ദേശങ്ങളാണ്. പക്ഷേ അത് ഏതാണ്ടൊരു ധാരണയിലെത്തി എന്നൊക്കെയായിരുന്നു ഇന്നലെ വരെ കരുതിയിരുന്നത്. ഏതാണ്ട് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളും മറ്റും എത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇസ്രായേലിൻ്റെ അതിശക്തമായ ആക്രമണം ഗസയിൽ നടക്കുകയാണ്. 6 പേരാണ്, ഒരു കുട്ടിയടക്കം 6 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനർത്ഥം ഗസ സമാധാന പദ്ധതി പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു. 6 പലസ്തീനികളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ട്രംപിന്റെ പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ഹമാസ് രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇസ്രായേൽ പറയുന്നത് ഹമാസ് കമാൻഡർമാരെയും മറ്റ് നിരവധി പോരാളികളെയും ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണമാണ് എന്നാണ് വിശദീകരണം എന്ന് പറയുമ്പോഴും ഈ ആക്രമണം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യം സംശയമില്ല. അവിടെയാണ് ട്രംപിന്റെ സമാധാന പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന ആരോപണം ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. ഈ ആക്രമണം നടത്തിയത് ഒരു തുറമുഖത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമായിരുന്നു. അത് ആയിരക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ അവരുടെ ആശ്രയമായി കണ്ട ഒരു സ്ഥലമായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തുക എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ, ചിത്രങ്ങളൊക്കെ അതീവ ദയനീയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ രക്തം പുരണ്ട ഒരുപാട് സ്ഥലങ്ങൾ കാണാം. കുട്ടികളും സ്ത്രീകളുമൊക്കെ പരിക്കേറ്റ് നിരവധി ആളുകളുടെ ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണമായി മാറുന്ന ഒരു പശ്ചാത്തലമാണ് ഇത്. ചെറിയ കാര്യമല്ലല്ലോ വിനോദ്. കാരണം ഇന്നലെ ഒരു സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് പറയുന്നു. അത് ഹമാസും സമ്മതിക്കുന്നു. അതിനുശേഷം വീണ്ടും ഗസയിൽ സമാധാനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. രഞ്ജിത്ത്, ഈ ബോർഡ് ഓഫ് പീസ് എന്ന ഒരു സംവിധാനവുമായി ട്രംപ് രംഗത്ത് വന്നത് തന്നെ ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഇസ്രായേൽ പലസ്തീൻ തർക്കം അവസാനിപ്പിക്കുക എന്നതാണ്. പലകുറി ഈ കുഷ്ണറുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു തരത്തിലും ഇസ്രായേൽ ഈ ഒരു ശാന്തിയുടെ വഴിയിൽ സഞ്ചരിക്കില്ല. ഒരു കാരണവശാലും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ താല്പര്യപ്പെടില്ല. കാരണം ഒക്ടോബറിൽ ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോഴത്തെ സംഘർഷം അതേപടി നിലനിർത്തുക എന്നത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഒരു തന്ത്രം. മാത്രമല്ല, ട്രംപിനെ പോലും നെതന്യാഹു സംശയിക്കുന്നുണ്ട്. ഇസ്രായേലിലെ പ്രതിപക്ഷവുമായി ചേർന്ന് ട്രംപ് നീക്കം നടത്തുന്നു, തനിക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും നീക്കുന്നത്, പ്രത്യേകിച്ച് ഇറാൻ യുദ്ധം തുടരണമെന്ന്, അത് അതിശക്തമായി തുടരണമെന്നും കരയുദ്ധം വേണമെന്നുമാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. എന്നാൽ ഇതൊന്നും കേട്ട മട്ട് ട്രംപ് കാണിക്കുന്നില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഹോർമൂസിലൊരു പരിഹാരമുണ്ടാക്കി ഹോർമൂസ് തുറക്കുകയും താൻ ഇടപെട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്ത് ഈ യുദ്ധത്തിൽ നിന്ന് തന്നെ തലയൂരുക എന്നൊരു നിലയിലാണ് ട്രംപ് നിൽക്കുന്നത്. കാരണം നവംബറിൽ അമേരിക്കയിലും അമേരിക്കൻ സർക്കാരിൻ്റെ ഹിതപരിശോധന വരികയാണ്. ഈ 2 വർഷം കൂടുമ്പോഴുള്ള ഹിതപരിശോധനയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ട്രംപിൻ്റെ ജനപ്രീതി 33% ഇടിഞ്ഞിരിക്കുകയാണ്. അതായത് 64% പേർ ട്രംപിനെതിരെ നിലകൊള്ളുന്നുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഈ വികാരം. അതുകൊണ്ട് തന്നെ ട്രംപ് ഏതെങ്കിലും വിധത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക, പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലും ഹോർമൂസിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ സമാധാനം കൊണ്ടുവന്ന് ആഗോളതലത്തിൽ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാധാന ചർച്ച എന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ട്രംപ് ഇത്ര നാൾ കൊണ്ടുപോയത്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അമേരിക്ക ഇല്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകുമെന്ന കാര്യം നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിൽ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഈ നാട്ടിലെ കാര്യം താൻ തീരുമാനിച്ചു കൊള്ളാം എന്ന് നെതന്യാഹു പറയുമ്പോൾ തീർച്ചയായും അത് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു തീരുമാനം തന്നെയാണ്. നെതന്യാഹുവിന് അടുത്ത തിരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് ഒരു കാരണവശാലും ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തുറമുഖത്തോട് ചേർന്ന് അവിടെ ഈ അഭയാർത്ഥികൾ കഴിയുന്ന, അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെ വീടും മറ്റും നഷ്ടപ്പെട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അവിടേക്കാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞുൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. അതായത് ഒരു തരത്തിലും ആക്രമണം പാടില്ല, ഹമാസ് ആയുധം വയ്ക്കാമെന്ന കാര്യം ഉറപ്പിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച കരാറുകൾ അവർ അംഗീകരിച്ചു. പൂർണ്ണമായി അവർ നിരായുധീകരിക്കപ്പെടാം എന്ന ഉറപ്പ് അവർ നൽകി. ആ കാര്യങ്ങൾ പാലിക്കപ്പെടുമ്പോൾ പലസ്തീൻ്റെ പുനർനിർമ്മാണമുണ്ട്, സ്വതന്ത്ര രാഷ്ട്ര പദവി, അത് ലോകം ഒന്നാകെ അംഗീകരിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇതൊന്നും തന്നെ 15 സമാധാന ഉപാധികളുണ്ടായിരുന്നു, കരാറിൻ്റെ ഭാഗമായുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ട് ട്രംപ് വെച്ച മുഴുവൻ കാര്യങ്ങളും തള്ളിക്കൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ ആക്രമണം നടത്തിയിരിക്കുന്നു. 6 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. തീർച്ചയായും അതാണ് സാഹചര്യം. വിനോദാണ് വിശദമായി തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ സമാധാന
സമാധാനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധവുമായി ബന്ധപ്പെട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ സമാധാനം എന്ന സംഗതി ഇല്ലാതായ സാഹചര്യമാണ്. അതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് അവരെ മാത്രമല്ല, ഈ 3 രാജ്യങ്ങളെ മാത്രമല്ല, ലോകത്തെ ഒട്ടാകെ ബാധിക്കത്തക്ക വിധമുള്ള പ്രശ്നങ്ങളായി വളരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിക്തഫലം.